നമുക്ക് നല്ലൊരു തേങ്ങാ ചമ്മന്തി കൊണ്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. അതിനു വേണ്ടി ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കണം. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടി വറ്റൽമുളക്, ഒരു 5-8 വറ്റൽമുളക് കൊണ്ടിട്ട് കൊടുക്കാം. നല്ലോണം മൂത്ത് വരണം. അന്നേരം മുളകൊക്കെ ഇങ്ങോട്ട് മുളകിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5-8 ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടി കൊണ്ടെടുക്കണം. അന്നേരം ഇതുമെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് തേങ്ങയിലൊന്ന് പിടിക്കുന്നതിനും വരെ ഇളക്കി കൊടുക്കാം. തേങ്ങ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വേറെ തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ എല്ലാം നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ എല്ലാം തേങ്ങയെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് തണുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എന്നിട്ട് നമ്മുടെ സ്വാദിഷ്ടമായ നല്ല കിടിലൻ ചമ്മന്തി ഇവിടെ റെഡിയാകും. ഇനി നമുക്ക് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് തണുക്കാൻ കൊണ്ട് വെക്കാം. അങ്ങനെ ചമ്മന്തിയുടെ ഐറ്റങ്ങളെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചുകൊണ്ടെടുക്കാം. അങ്ങനെ ചമ്മന്തി നമ്മൾ നല്ല രീതിയിൽ അരച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി എല്ലാം ഒരു പ്ലേറ്റിനകത്തോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചമ്മന്തി എല്ലാം നല്ലപോലെ ഉരുട്ടി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവനെ ചോറിനകത്തോട്ട് അങ്ങോട്ട് കഴിച്ചാൽ മതി. നമ്മുടെ കിടിലിനായിട്ടുള്ള നാടൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറിനകത്തോട്ട് ഇട്ട് ഇളക്കി ചോറങ്ങോട്ട് കഴിക്കാൻ. ഇനി നമുക്ക് ചോറങ്ങോട്ട് കഴിക്കണം. നമ്മുടെ ചമ്മന്തി, ഓമയ്ക്കത്തോരൻ, കടുമാങ്ങ, മീൻ വറുത്തത് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചോറങ്ങോട്ട് കഴിക്കാം.